കണ്ണും തള്ളിപ്പിടിച്ചോളം ഇരിപ്പ് നോക്കി. ഒന്നും വേണ്ടായിരുന്നു എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്ന കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഉണ്ടല്ലോ, മണിക്കുട്ടിയുടെ മരണത്തിന് ശേഷം ഉണ്ടല്ലോ ഞാനായിരുന്നു മണിക്കുട്ടിയുടെ പിള്ളേരെ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പപ്പോസിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നോക്കിയാലൊന്നും ശരിയാവില്ലെന്നേ, ഞാനും കൂടി നോക്കാമെന്നും പറഞ്ഞ് ഇച്ചിരി പാൽ കൊടുക്കാൻ പോയതാണ്. കണ്ടില്ലേ പപ്പൂസിന് ഒരു സ്വസ്ഥത കൊടുക്കാതെ മൂന്നും കൂടി അറഞ്ചം പറഞ്ഞ് പാൽ കുടിക്കലായിരുന്നു കേട്ടോ. പപ്പൂസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ ഇവന്മാർ മൂന്നും കൂടി പാൽ കൊടുക്കൽ തുടങ്ങി. മര്യാദയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഒരു 2 ആഴ്ചയോളം ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ഇവന്മാരെ ഫീഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേശ്ശെ തിന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവന്മാർ നന്നായിട്ട് ഹെൽത്തി ആയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പപ്പൂസ് കരുണ കാണിക്കാൻ പോയതും അവസാനം പപ്പൂസിന് തന്നെ വിനയായും പപ്പൂസിൻ്റെ പിള്ളേരും മണിക്കുട്ടിയുടെ പിള്ളേരും ഒക്കെ കൂടി ചേർന്ന് പപ്പൂസിനെ ഊറ്റി വലിക്കാൻ തുടങ്ങി. അത് കണ്ടോടുകൂടി എനിക്കാകെ പേടിയാട്ടോ. എൻ്റെ പപ്പൂസിനെ എന്തിനെ പറ്റി ഞാൻ സമ്മതിക്കും. അത് കാരണം തന്നെ നമ്മുടെ പപ്പൂസിൻ്റെ ഒരു കുഞ്ഞിനെ മണിക്കുട്ടീൻ്റെ ഒരു കുഞ്ഞിനെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും അഡോപ്ഷനും കൊടുത്തു. വെറുതെ അല്ല ഇന്നത്തെ കാലത്ത് ദയം കാരുണ്യമൊന്നും ആരും കാണിക്കാത്ത ഇതല്ലേ അനുഭവം.